നമസ്കാരം. സർ, സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സർ, സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ഞാൻ വിളിച്ചുതരാം. സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. ആരപ്പ? അയ്യപ്പ. സാർ, ഇവിടെ ഗുണം മുഴുവൻ സ്വർണം കെട്ടത് ആരാണെന്നല്ലോ സാർ. സോണിയാഗാന്ധിയെ സംബന്ധിച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ അവര്. സോണിയാഗാന്ധി 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ സാർ. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുണ്ട് സാർ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണമുണ്ട്. സാർ, സോണിയാഗാന്ധിയെ പറ്റി എന്താ പറയാത്തത്? സോണിയാഗാന്ധിയെ പറ്റി പറ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോയില്ലേ? ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചത് ഞങ്ങൾ മാത്രമല്ല കോൺഗ്രസ്സുകാരും ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് തോന്നുന്നു ശിവൻകുട്ടി ഇപ്പോൾ ഈ പറഞ്ഞു വെച്ചത്. അദ്ദേഹം നിയമസഭയിലാണിത് പറഞ്ഞു വെച്ചത് എന്ന് ഓർക്കണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്താൽ മതി, അവിടെ ശബരിമലയിലെ സ്വർണം കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. 2 തവണ ഈ പോറ്റി, ഇപ്പോൾ ജയിലിലൊക്കെ കിടക്കുന്ന വിവാദമായിട്ടുള്ള പോറ്റി 2 തവണ സോണിയാഗാന്ധിയെ കണ്ടിരുന്നു. അദ്ദേഹത്തെ അവിടെ കൊണ്ട് എത്തിച്ചത് കോൺഗ്രസ്സുകാരാണ്. അതിനാൽ തീർച്ചയായിട്ടും ശബരിമലയിലെ സ്വർണം സോണിയാഗാന്ധിയുടെ വീട്ടിൽ കാണും. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വലിയ രീതിയിൽ CPM-നെയൊക്കെ പ്രതിരോധത്തിലാക്കിയ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, സ്വർണം കെട്ടത് ആരപ്പ എന്നുള്ളത്. അതിപ്പോൾ സ്വർണം കെട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന തരത്തിൽ എന്ന രീതിയിൽ അത് വിളിച്ചു കൊടുക്കുന്നു. അവർ കൂടെയുള്ള MLA-മാർ ഏറ്റുചൊല്ലുന്ന ഒരു കാഴ്ച കൂടിയാണ് നിയമസഭയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അത് മറ്റൊരു സ്ഥലമൊന്നുമല്ല, നിയമസഭയാണ് എന്ന് ഓർക്കണം. അവിടെയാണ് ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ണ് തുറന്ന് കാതു തുറന്ന് തന്നെ മലയാളികൾ കാണണം, കേൾക്കണം. കാരണം നമ്മൾ ജയിപ്പിച്ചു വിട്ട ആളുകൾ അവിടെ പോയി നിന്ന് കാണിക്കുന്ന കോപ്രായങ്ങളാണിത്. സ്വർണം കട്ടത് ആരാണ് എന്നാണ് അവർക്കറിയേണ്ടത്. എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പാണ്, ശബരിമലയിലെ സ്വർണം കളവ് പോയി, കൊള്ളയടിച്ചു പോയി. അതാര് കൊള്ളയടിച്ച് പോയാലും അത് തിരിച്ച് കിട്ടണം. ഒറിജിനൽ സ്വർണം നമുക്ക് തിരിച്ച് കിട്ടണം. അത് ചെയ്തവർ ജയിലിൽ കിടക്കണം. അതിനി കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ശരി, കോൺഗ്രസ് ആണെങ്കിലും ശരി, മറ്റാരെങ്കിലും ആണെങ്കിലും ശരി. അതിനി സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെങ്കിൽ സോണിയാഗാന്ധിയുടെ വീടാണെങ്കിലും ഈ ശിവൻകുട്ടി പറയുന്ന പോലെ റെയ്ഡ് ചെയ്യണം, അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യണം. ഒരു മന്ത്രിയാണ്, ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് സോണിയാഗാന്ധിയെ റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ചെറിയ കളിയൊന്നുമല്ല, തമാശ ഒന്നുമല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? നിയമസഭയിലാണ് ഈ സംഭവം. നമ്മളിത് കാണണം. ആരെയാണ് നമ്മൾ ജയിപ്പിച്ചു വിട്ടത്? ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ ഇവരെ ജയിപ്പിച്ചു വിട്ടത് എന്ന് ഓരോ മലയാളിയും ആലോചിക്കണം. വളരെ ഭക്തിയോടെ വിശ്വാസത്തോടെ കാണുന്ന ഒരു ദൈവത്തിൻ്റെ തന്നെ അവിടെ ഭക്തർ അർപ്പിച്ച കാണിക്ക അടക്കമുള്ള സംഗതികൾ കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ നാണമില്ലേ എന്ന് പലതവണയായിട്ട് സുപ്രീം കോടതി അടക്കം ചോദിച്ച ഒരു കേസിലാണ് ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല കോൺഗ്രസ്സുകാരുമുണ്ട് അവരുടെ വലിയ നേതാവായ സോണിയാഗാന്ധിക്ക് ഈ പോറ്റിക്കൊണ്ട് സ്വർണം കൊടുത്തു എന്ന് പറയുന്നു. അവരുടെ വീട് റെയ്ഡ് ചെയ്താൽ ആ സ്വർണം കിട്ടുമെന്നും അവരെ അറസ്റ്റ് ചെയ്യണം എന്നും പറയുന്നു. ആരാ? ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു സഖ്യകക്ഷിയായ CPM-ലെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി.